ഹലോ, കുഞ്ഞുടുപ്പുകളൊക്കെ തയ്ക്കണ സമയത്ത് യോക്ക് ഭാഗത്ത് ആ ഒരു തയ്യൽ തുമ്പ് കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊള്ളുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാത്ത രീതിയിലൊന്ന് അടിച്ചെടുക്കാറില്ലേ? അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള ഫ്രോക്കുകളൊക്കെ നമ്മൾ തയ്ക്കുമ്പോഴേക്കും സാധാരണ ലൈനിങ് പീസും നല്ല പീസും കൂടി പ്ലീറ്റ് ഇട്ട ശേഷം ഒന്നിച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ യോക്കിൽ വെച്ച് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിൽ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്ലീറ്റ് ഇട്ടെടുക്കണം കേട്ടോ. അതിനുശേഷം ആ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരണ രീതിയിൽ നമ്മൾ ആ ഒരു പ്ലീറ്റ് ഇട്ടേക്കണ ഭാഗം ഒപ്പം വെച്ചിട്ട് ഒന്ന് ആദ്യം അടിച്ചു കൊടുക്കണേ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ലൈനിങ് പീസും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ പീസും സ്കേർട്ട് പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചു തരണത്. അതിനുശേഷം ആ ഒരു ബോഡി പാർട്ടിൻ്റെ ചീത്ത വശത്ത് തന്നെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കക്കാർക്കാണെന്നുണ്ടെങ്കിൽ വെച്ചിരിക്കണത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുട്ട് സൂചി ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മിഷ്യത്തിൽ വെച്ച് അടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്കും ആദ്യം സ്കേർട്ടിൻ്റെ നല്ല പീസ്, അതിന് മേളിലായിട്ട് യോക്ക് ഭാഗം, പിന്നെ അതിന് മേളിലായിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണത്. സ്റ്റിച്ചിങ്ങിലെ തുടക്കക്കാർക്ക് ഞാൻ ഈ കാണിച്ച ടിപ്പ് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.